നെക്സ്റ്റ് ഹെഡിങ് ആണ് ജെന്യുവിൻ ഇൻറ്റൻഷൻസ്. ഈ ജെന്യുവിൻ ഇൻറ്റൻഷൻസ് എന്ന് പറയുമ്പോൾ മുന്നേ നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, ഒരു SOP സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു SOP സബ്മിറ്റ് ചെയ്യണം. നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്ത SOPനേക്കാളും കുറച്ച് ഡിഫറൻസ് ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ കൂടുതലും നമ്മുടെ എബൌട്ട് അവർ സെൽഫ് അതിലും ഇതിലും കോമൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്തതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തത് നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടും ഈ കോഴ്സായിട്ട് എങ്ങനെ അലൈൻ ചെയ്ത് പോകും നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ SOP പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ കൂടുതലും എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, പിന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിൽക്കുവാണോ നാട്ടിലോട്ട് തിരിച്ചു വേണോ, നമ്മൾ ഉറപ്പായിട്ടും പറയണം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന ആ ഒരു കാര്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏജൻസി ത്രൂ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ഫോമാറ്റൊക്കെ നിങ്ങൾക്ക് തരും. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മതിയായിരിക്കും. സോ ഇതാണ് ജെന്യുവിൻ ഇൻറ്റൻഷൻസിൻ്റെ ഇതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ്. പിന്നെ വരുന്നതാണ് ഓഫർ ലെറ്റർ. അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ നിന്നോ നമുക്ക് കിട്ടിയ ഓഫർ ലെറ്റർ നമ്മൾ അറ്റാച്ച് ചെയ്യണം. പിന്നെ വരുന്നതാണ് ട്യൂഷൻ ഫീസ്. ഈ ഒരു ഫീസ് നിങ്ങൾ എങ്ങനെ അടയ്ക്കും, അതായത് നിങ്ങളുടെ കോഴ്സ് ഫീ നിങ്ങൾ എങ്ങനെയാണ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോൺ ആണെങ്കിൽ ലോൺ സാങ്ഷൻ ലെറ്റർ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ലോൺ എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യണം. അത് എന്തൊക്കെയാണ് വേണ്ടതെന്നും നമ്മൾ ഏജൻസി ത്രൂ ആണ് വരുന്നതെങ്കിൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ്, അതായത് മലയാളത്തിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ നാട്ടിൽ ആധാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് ഡോക്യുമെന്റ് കൊടുക്കുമ്പോഴും അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം. ഫീസ് നമ്മൾ കാണിക്കുന്ന ടൈമിൽ നമ്മുടെ ഫുൾ എമൗണ്ടും ലോൺ ത്രൂ ആയിരിക്കില്ലല്ലോ. ബിക്കോസ് ഫുൾ എമൗണ്ട് ലോൺ ആയിട്ട് നമുക്ക് സാങ്ഷൻ ആയിട്ട് കിട്ടത്തില്ല. സോ അപ്പം മാർജിനൽ ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ സോഴ്സും അതിൻ്റെ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ട്യൂഷൻ ഫീസ് അതായത് കാണിക്കുന്ന സമയത്ത് അതും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് പിന്നെ ഉള്ളതാണ് മെഡിക്കൽ ആൻഡ് ട്രാവൽ ഇൻഷുറൻസ്. അത് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഓഫർ ലെറ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്ര രൂപ നിങ്ങൾ ഇൻഷുറൻസിന് വേണ്ടി പേ ചെയ്യണമെന്ന്. സോ അതുകൂടി കൂട്ടിയാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത്. സോ അത് ആ ഒരു ടൈമിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പേ ചെയ്യുന്ന കൂടെ അതും ഇൻക്ലൂഡ്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ട്യൂഷൻ ഫീസ് മാത്രമല്ല നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കൂടി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് $20,000 ആണ് വരുന്നത് ഒരു വർഷത്തേക്ക്. സോ നമ്മുടെ നാട്ടിലത്തെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 lakh rupees ആണ് വരുന്നത്. സോ ആ ഫണ്ടും റെഡി ആയിരിക്കണം. ഇപ്പം ലോൺ വഴിയാണെങ്കിൽ ലോൺ ആയിട്ട് കാണിക്കുക, മാർജിനൽ ഫണ്ട് ആണെങ്കിൽ അങ്ങനെ കാണിക്കുക. സോ അതിനും സോഴ്സ് ഉണ്ടായിരിക്കണം. സോ ഇത്രയൊക്കെയാണ് ഫണ്ടിന്റെ കാര്യം വരുന്നത്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലോണാണെങ്കിൽ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. വേറെ ഫണ്ടാണെങ്കിൽ ഇപ്പോൾ സേവിങ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന ഡോക്യുമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. PCC വേണം, മെഡിക്കൽ ചെസ്റ്റ് എക്സ്റേ, അത് നിങ്ങളുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വെച്ചിട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കുക. പിന്നീട് വരുന്നത് ഇൻഷുറൻസിന്റെ കാര്യമാണ്. അത് നമ്മൾ കോഴ്സ് ഫീ അടയ്ക്കുന്ന ടൈമിൽ തന്നെ അത് റെഡി ആയിക്കോളും. പിന്നെ ലിവിങ് എക്സ്പെൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം കവർ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് അപ്രൂവലിംഗ് പ്രിൻസിപ്പിൾ ആയിരിക്കും. എൻ്റെ കേസിൽ അപ്രൂവലിംഗ് പ്രിൻസിപ്പിൾ ആയിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ വിസയ്ക്ക് എലിജിബിൾ ആണ് 2 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പേപ്പറാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. സോ അതിലുണ്ടായിരുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 1 എനിക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കണം, 2 എൻ്റെ ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രൂഫ് ഇമിഗ്രേഷന് കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് വിസ കിട്ടത്തുള്ളൂ. ഇതാണ് AIP എന്ന് പറയുന്നത്, അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ ഈ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ കിട്ടുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് വിസ ഇന്റർവ്യൂ കോളും വന്നിട്ടുണ്ടായിരുന്നു. വിസ ഇന്റർവ്യൂ കോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജസ്റ്റ് ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസിക് കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് എടുക്കുന്നു. ഈ കോഴ്സിൽ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് പ്രധാനമായിട്ടും ഏതാണ് ഇലക്റ്റീവ് കോഴ്സിലും കമ്പൽസറി കോഴ്സിലും ഏതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്. അപ്പോഴും നമ്മൾ പറയണം നമ്മൾ നാട്ടിലോട്ട്
തിരിച്ചു വരും. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന അവരോട് പറയണം. സോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് AAP കിട്ടുന്നത്. AAP പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പ്രധാനമായിട്ടും ട്യൂഷൻ ഫീസ് അടയ്ക്കുക എന്നുള്ളതായിരിക്കും AAPയിൽ വരാറുള്ളത്. സോ ട്യൂഷൻ ഫീസ് അടയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ബാങ്കിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് എനിക്കിങ്ങനെ AAP കിട്ടി, ഈ ഒരു ഫീസ് നിങ്ങൾ ഡിസ്ബേഴ്സ് ചെയ്യണം. അതായത് യൂണിവേഴ്സിറ്റിയിലോട്ട് ഡയറക്റ്റ് ആണ് ബാങ്കിൽ നിന്ന് പേ ചെയ്യുന്നത്. സോ ബാങ്കിലോട്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അവർ ആ ഒരു എമൗണ്ട് എത്രയാണ് നമ്മുടെ ഫീസിൻ്റെ ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഫീസ് അവർ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് അത് അവിടെ എത്തി അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു തരും. സോ ആ റെസിപ്റ്റ് നമ്മൾ കയ്യിൽ വെക്കുക. പിന്നുള്ളതാണ് FTS എന്ന് പറയും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് FTS എന്ന് പറയുന്നത്. സോ ലിവിങ് എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അക്കൗണ്ട് ന്യൂസിലൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. ന്യൂസിലൻഡിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നമുക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കേസിൽ ANZ ബാങ്ക് ആയിരുന്നു. സോ അവർക്കിട്ട് തന്നെ ഒരു ലിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഏജൻസിയിൽ നിന്ന്. സോ ആ ഒരു ലിങ്ക് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ നമ്മുടെ അടുത്ത് പറയും ഇത്ര ദിവസം എടുക്കും. നമുക്ക് എല്ലാം മെയിൽ ത്രൂ കോൺവെർസേഷൻ ആണ്. ഇപ്പം നമുക്ക് ഫോൺ കോളോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച്. സോ ഞാൻ മെയിൽ ത്രൂ കോൺവെർസേഷൻ ആണ് സെലക്ട് ചെയ്തത്. നമുക്ക് അപ്ഡേറ്റുകൾ അവർ തന്നുകൊണ്ടിരിക്കും. അക്കൗണ്ട് ഓപ്പൺ ആയോ, എത്ര ദിവസം എടുക്കും, അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള അപ്ഡേറ്റ് നമുക്ക് മെയിൽ ത്രൂ കിട്ടുന്നുണ്ടായിരിക്കും. സോ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഇൻഫർമേഷൻ അയച്ചു തരും. ഇതാണ് നിങ്ങളുടെ അക്കൗണ്ട്, ഇതാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തരും. ഇത് നമ്മൾ ബാങ്കിൽ കൊടുത്തു കഴിയുമ്പോൾ ബാങ്കുകാർ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കൂടി ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ന്യൂസിലൻഡിലെ ബാങ്കിലോട്ട് മെയിൽ ചെയ്യണം. ഞാനിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, സോ എനിക്ക് എൻ്റെ ഹിസ്റ്ററി വേണമെന്ന്. അപ്പോൾ അവർ മെയിൽ ത്രൂ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തരും. ഈ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ റെസിപ്റ്റും വെച്ചിട്ടാണ് നമ്മൾ വിസയ്ക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ബാങ്കിലോട്ട് AAP കൂടി അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ, അവരത് ചോദിക്കും. സോ നമുക്ക് ലിവിങ് എക്സ്പെൻസും ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ് ബാങ്കുകാർ നമുക്ക് തരും. പിന്നീട് നമ്മുടെ ബാങ്കല്ല, ന്യൂസിലൻഡിലെ ബാങ്കുകാർ നമുക്ക് തരും. അത് അടച്ച റെസിപ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. പിന്നീട് 2-3 ഡേയ്സിനുള്ളിൽ നമുക്ക് വിസ കിട്ടും. മിനിമം 2-3 ഡേയ്സ് ആണ് കേട്ടോ. സോ ഇതാണ് വിസയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂസിലൻഡിലെ വിസ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക് വിസയാണ്. നമ്മൾ പാസ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത് പാസ്പോർട്ടിൽ പ്രിന്റ് ചെയ്യുമെന്നല്ല, ബട്ട് നമുക്കൊരു ഇലക്ട്രോണിക് വിസ കിട്ടുവാണ്. അതായത് ഒരു പേപ്പറിലാണ്. സോ ഈ വിസ എന്ന് പറയും. ആ സംഭവം നമ്മൾ കയ്യിൽ വെച്ചാൽ മതി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. സോ ഇത്രയാണ് വിസ പ്രോസസ്സ് വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നല്ല ഒരു ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിസ കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇൻടേക്കിൽ പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് നേരത്തെ എടുത്തു വയ്ക്കുക. ബിക്കോസ് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് ആ ഒരു ഡേറ്റ് എടുക്കുന്നതോറും കൂടി വരും. സോ നേരത്തെ ടിക്കറ്റ് എടുത്തു വയ്ക്കുക. ഇത്രയാണ് ഒരു സ്റ്റുഡൻറ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇത് മേ ബി വേറെ ആൾക്ക് വേറെ ഒരു എന്തായിരിക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ എൻ്റെ കേസിൽ ഈ ഒരു പ്രോസസ്സാണ് ഞാൻ ഫോളോ ചെയ്തത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്റ്റുഡൻറ് വിസയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും.